ഉദ്യോഗാർത്ഥികളെ, PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട PSC പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്രിയ സത്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഏതൊരു ഉദ്യോഗാർത്ഥിയും PSC പഠിക്കുമ്പോൾ ആദ്യമായി ഒരു പരീക്ഷയെ മുൻനിർത്തിയായിരിക്കും PSC പഠിച്ചു തുടങ്ങുന്നത്. ആദ്യത്തെ പരീക്ഷയിൽ തന്നെ വിജയിക്കുന്നവരുടെ എണ്ണം 1% താഴെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തെ പരീക്ഷയിൽ വിജയിച്ചില്ല എന്ന് കണ്ട് PSC പഠനം അവസാനിപ്പിക്കരുത്. വീണ്ടും വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ ആദ്യം തന്നെ ഒരുക്കിയെടുക്കണം എന്നാണ് ആദ്യം പറയാനുള്ളത്. PSC പഠിക്കുന്ന നിങ്ങൾ ആരും തന്നെ ഒരു പരീക്ഷയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് PSC പഠിക്കരുത്. ഇപ്പോൾ ഞാൻ പോലീസിന് മാത്രം PSC പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ LP-UPക്ക് വേണ്ടി മാത്രമേ PSC പഠിക്കുകയുള്ളൂ എന്നൊരു ധാരണ ആദ്യം മാറ്റുക. PSC വിജ്ഞാപനം വരുന്ന നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടി PSC പഠിക്കാനായി നിങ്ങൾ ആദ്യം മനസ്സിനെ ഒരുക്കിയെടുക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടി PSC പഠിക്കാൻ ഇറങ്ങി ഇപ്പോൾ 6 മാസം പഠിച്ചു, തൊട്ടടുത്ത മാസം തന്നെ ജോലി ലഭിക്കും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കരുത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷ കഴിഞ്ഞ അന്ന് നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങളെ മാർക്ക് കൂട്ടി നോക്കിയതിന് ശേഷം ഒരിക്കലും അതായിരിക്കും നിങ്ങളെ മാർക്കെന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കരുത്. എന്നാണോ ഫൈനൽ ആൻസർ കീ വരുന്നത് ആ അവസരത്തിൽ മാത്രമേ നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട നമ്മുടെ ശരിയായ മാർക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഉറപ്പായും ഡിലീഷൻ വരും. ഡിലീഷൻ വരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് മാത്രമല്ല, പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരു നിശ്ചിത മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്തും പറയാനുള്ള മറ്റൊരു കാര്യം, 1% താഴെയുള്ള ആൾക്കാർക്ക് ഡിലീഷൻ വന്നാൽ പോലും 1 മാർക്കും കുറയുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, അതിപ്പോൾ ജോലിയിൽ കയറിയവരാവട്ടെ, എല്ലാവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, നമ്മൾ കുറേ നാളായി പഠിക്കുന്നു, ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ തലയിലുണ്ടോ, കൃത്യമായിട്ട് പരീക്ഷ ഹാളിൽ പോയി എഴുതാൻ കഴിയുമോ എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകും. ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷൻ എല്ലാവർക്കും എല്ലാ സമയത്തും ഉറപ്പായും ഉണ്ടാകുമെന്നത് ഒരു അപ്രിയ സത്യം തന്നെയാണ്. PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് സമൂഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. PSC ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് പോലെ ഓരോ ഉദ്യോഗാർത്ഥിയും ഭയപ്പെടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഒന്ന് തന്നെയാണ് സമൂഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ, നീ എന്തിനാണ് PSC പഠിക്കുന്നത്, എത്ര കാലമായി PSC പഠിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങളെ മാത്രമല്ല, കേരളത്തിൽ PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ഇതാണ് ഏറ്റവും വലിയ ഒരു അപ്രിയ സത്യം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നൊരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല. എപ്പോഴും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ളത് ആദ്യ റാങ്കുകളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ വീണ്ടും പഠിക്കണമെങ്കിൽ പഠിക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു റാങ്ക് ലിസ്റ്റിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ LDC പരീക്ഷയിൽ 600ാമത്തെ റാങ്ക് ലിസ്റ്റിലുള്ള ആളിന് ജോലി ലഭിച്ചു എന്നിരിക്കട്ടെ, അടുത്ത റാങ്ക് ലിസ്റ്റിൽ വരുന്ന 600ാമത്തെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയും കഴിഞ്ഞതിൽ 600ാമത്തെ ആളിന് ജോലി കിട്ടി, ഇതിൽ എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷ കൊണ്ടിരിക്കരുത്. എപ്പോഴും വേക്കൻസികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. PSC പരീക്ഷകളിൽ ഓരോ പരീക്ഷകളിലും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഒരു 2 ലക്ഷം പേർ മത്സരിക്കുമ്പോൾ ചിലപ്പോൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അത് പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒരവസരം നഷ്ടപ്പെട്ടു പോയാൽ, ഒരു പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ നിങ്ങൾ പാളിപ്പോയാൽ, പിന്നെ വീണ്ടും ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാലാവധി ഏറ്റവും കുറഞ്ഞത് 2 വർഷക്കാലമായിരിക്കും. അപ്പോൾ ഓരോ പരീക്ഷകളും മുന്നിൽ വരുമ്പോൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടി മാത്രമേ നിങ്ങൾ പരീക്ഷകളെ സമീപിക്കാവൂ. അപ്രിയ സത്യങ്ങളിൽ അവസാനത്തേത്, അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ഇപ്രകാരമാണ് പറഞ്ഞത്: നിരന്തരം പരിശ്രമിക്കുക, എന്തെങ്കിലും ഒരിക്കൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും.